ഉമ്മ ഉമ്മ കരയാതുമ്മ ഈ മോൻ്റെ നെഞ്ചകം താങ്ങോലുമ്മ നോവായി പടരുമ്പോൾ കണ്ണീർ നനവാ തോരാതെ കരയുമ്പോൾ കഥനം വലുതാ കണ്ണീർ തുടച്ചൊന്നു ചിരിതാവുമ്മ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പാട്ട് ലോഡിങ്ങിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് ഒരു സോങ് ഇറക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ഒരു സോങ്ങാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ വീഡിയോ പസങ്ങളാ എന്നാ വീഡിയോ எனக்கு நீ எதுக்கு நீ பொம்பளையா நீ பின்ன எதுக்கு ஹேண்ட் பேக்கை போடுற சும்மாவா இப்படிയൊന്നും போடக்கூடாது நீ பசங்களா நீ ஆம்பளை நீ ஆம்பளையா பொம்பளையா நீ என்ன புள்ள நீ பொட்ட புள்ள ஏய் பொட்ட புள்ள പറഞ്ഞ என்ன உங்க ஊர்ல பொட்ட புள்ளான்னு പറഞ്ഞ என்ன பொம்பளை தானே ஆமா உங்க ஊர்ல பொட்ட புள்ளான்னு പറഞ്ഞ பொம்பளை புள்ள தான் இந்த ஊர்ல பொட்ட புள்ளான்னு പറഞ്ഞ புத்தி இல்லாத புள்ள உங்க ஊர்ல பொட்ட புள்ளான்னு പറഞ്ഞ பொம்பளை புள்ள சரியாதானே ஏய் நீ பிறந்த போது உங்க அப்பா சொன்னி பொட்ட புள்ள பிறந்துருச்சேன்னு இவ்வளோ பிறந்த போது இவ்வளோ அப்பா சொன்னிருச்சு பொட்ட புள்ள பிறந்துருச்சு அப்போ தான் விசாரிச்சு நீ பொட்டத்திதான் சரியா നീ പിറന്ന പോതും ഉങ്ക അപ്പ സൊന്നിരിച്ച് മന്ദബുദ്ധി പിറന്നിരിച്ചു നീ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും കല്യാണത്തിന് ഒരുങ്ങിയിറക്കുകയാണ്. നിജാസിൻ്റെ ഉപ്പ ബാക്കിലുണ്ട്. അനിയൻ രാവിലെ യാത്ര തിരിച്ചു വീണ്ടും കൊല്ലത്തോട്ടാണോ എറണാകുളത്തോട്ടാണോ എന്നറിയില്ല. ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോയി ഗൈസ്. ചക്കര എടുത്തു കൊടുന്ന ഡ്രസ്സല്ല ഇത് ഗൈസ്. അങ്ങനെ ചക്കര കൊടുന്ന ഡ്രസ്സാണ്. തുടങ്ങി തന്നെ ഇടാളൂ. ഒക്കെ ഒരേ മാതിരി ആവോണ്ട് ആരെ കൈ ഇങ്ങനെ കാട്ടി തന്ന് ഉടുക്കിട്ട് കൊടുക്കടി. സൗഫിയെ നിങ്ങളെ നാട്ടില് പെൺകുട്ടികളെ പൊട്ടപ്പുള്ളന്നല്ലേ പറയാ? പൊട്ടപ്പുള്ള നീ പൊട്ടപ്പുള്ളതാ. പെട്ടപ്പുള്ളേ അത് കോഴീനെ പറയുന്നല്ലേ? നമ്മുടെ നാട്ടില് ചേവല് പെട്ടാന്നൊക്കെ പറയല്ലേ? നീ പെട്ടപ്പുള്ള അത് ചേവൽ പുള്ള. അമ്മായി പർദ്ദയിലാണ് ഉമ്മ ഉള്ളത്. സൗഫി ചക്കര കൊടുന്ന ഡ്രസ്സിലാണ് സൗഫി ഇരിക്കുന്നത്. സീനുവിന് ഇതേമാതിരത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് സീനു അന്ന് ഊർക്ക് കിളമ്പിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് സീനുവിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ചക്കരക്ക് സബാന അമ്മായി പർദ്ദ ഇട്ടിക്കണേ അല്ലേ? അമ്മായി പട അതെന്തേ? നിങ്ങളെ അമ്മായി അല്ലേ? ഈ ചെറുതായി കൊടുത്താ അപ്പൊ അമ്മായി നിങ്ങളെ ചെറുത് മതിയോ? എന്നാ വേഗം വരാൻ ആൾക്കാരൊക്കെ കൈ നോക്കി. ആ ഹജർ എന്നാ കാറിലുള്ളൊരു വേഗം വരി. കാലത്ത് ബസ്സിന് നമുക്ക് കാർ എടുക്കാം. ബസ്സിൽ പോയിക്കോട്ടെ. ഉമ്മ സൗഫി കുട്ടികളൊക്കെ ബസ്സില്. ഏയ് സാധനമൊക്കെ പുതിയ വണ്ണ അയക്കണേ. അല്ല ഈ ചുരിദാർ ഞാൻ എവിടെ? അത് ഞാൻ പെട്ടെന്ന് സിനിമയാണ് വിചാരിച്ചേ. ഞാൻ ഓള് പാവടിയും പോയിരിക്കുന്നുണ്ട്. അനക്ക് നല്ല ചേർച്ചുണ്ടല്ലോ അത്. സിനുവിന്റെ ഒരു അഭാവം ചക്കര ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ? ചക്കര ഇപ്പൊ സിനുവിന്റെ ഡ്രസ്സാ. ചക്കര ഡ്രസ്സാ സിനു ഇട്ട് പോയത്. ഏത് ചക്കര ഡ്രസ്സാ ഇട്ടിക്കണം. രണ്ടാളും ഒരേ ഹൈറ്റ് ആവുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അനക്കത് കറക്റ്റ് ആണല്ലോ. ഓക്കെ, എന്നാ നടക്കുക പോവാ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇവിടെ നടക്ക് ചെപ്പശ്ശേരി പോയിട്ട് അവിടുന്ന് വേണം ഞങ്ങൾ ബസ്സിന് കയറി കേട്ടോ. അപ്പൊ ബസ് പോകുന്നില്ലേ? നമുക്ക് ബസ് പോകുന്നില്ലേ? ചക്കര കയറി. എന്തായാലും ഉമ്മി ബാക്കിയുള്ളവരൊക്കെ ബസ്സിലാണ്. എല്ലാവർക്കും പാടെ നമ്മളെന്തായാലും കാറിൽ തിക്കി പിടിച്ച പോകേണ്ട ആവശ്യമില്ല, കാരണം വണ്ടി വേറെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ കല്യാണപ്പരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അല്ലമ്മീൻ്റെ കാറ്ററിങ് തന്നെയാണ് വേറെ വണ്ടി നിൽക്കണേ. മൊത്തത്തിൽ അവർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കയ്യേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, കാരണം അമ്മാര് സർവീസാണ്.
ചെക്കൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ അല്ല ഫാമിലിയുടെ പവർ കാണിക്കണം. എല്ലാവരും പൊടിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ഈ കല്യാണത്തിൽ നമ്മൾ അല്ലമീൻ കാറ്ററിങ്ങിൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ, അതായത് ഫുഡ് ആയിക്കോട്ടെ എന്തായാലും ഇപ്പോൾ 4-5 പരിപാടിയായി ഞാനിപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുന്നത്. ഞാൻ പോയടുത്തൊക്കെ ഇവർ തന്നെയാണ് ഫുഡ്. കാരണം അവിടുത്തെ സുർ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത സുർ ബിരിയാണിയാണ്. നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവില്ല, കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇവരുടെ ഫുഡും സെറ്റപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ? എന്നൊരു ഹായ് പറഞ്ഞോ. ഓരി അവിടെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞുക്കണോ? ഓരി കല്യാണം കഴിഞ്ഞു. ഓറ കിട്ടോ നോക്കട്ടെ, ഓറ കിട്ടോ നോക്കട്ടെ. എന്നിട്ട് പോരിക്കട് കല്യാണം കഴിഞ്ഞു, നമ്മളെ പേരല്ല വരിപ്പ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ് അല്ലേ. വാ എവിടെ ബസ്? അല്ലെങ്കിൽ പിന്നെ ബസ്സിന് വേണ്ടി വരും. കയറിക്കോളി. 1, 2, എണ്ണട്ടെ 3. കറക്റ്റ് എണ്ണല്ല നോക്കട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളി കല്യാണമായിരുന്നു. ചെക്കൻ്റെ വീട്ടിലെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് ഇപ്പോൾ 3 ഒരേ കാറ്ററിങ്ങിലെ ഫുഡായിരുന്നു. ഫുഡ് എടുത്തെടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ എല്ലായിടത്തും അത് ചൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഞാൻ പോയ ഫംഗ്ഷനിൽ ഇപ്പോൾ 4ാമത്തെ വട്ടമാണ് ഞാൻ അല്ലമ്മീൻ്റെ വർക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും ചൂസ് ചെയ്യാം, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും കല്യാണമൊക്കെ കൂടി ഗംഭീരാക്കി പോകുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.